ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ 360. ഇന്നത്തെ എൻ്റെ വീഡിയോ 5ാം സ്റ്റാൻഡേർഡ് SCRT ബേസിക് സയൻസിൻ്റെ പാർട്ട് 5 ആണ്. ഇതിൽ ഞാൻ 7ാമത്തെ ചാപ്റ്ററാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഈ ചാപ്റ്റർ പോയിൻറ്റ്സ് പറഞ്ഞു പോകുന്നതിനോടൊപ്പം തന്നെ കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ അത് ഇനി വരുന്ന ക്ലാസ്സിൽ ചാപ്റ്റേഴ്സിൽ യൂസ്ഫുള്ളായിരിക്കും. ഞാൻ ഇതിനു മുന്നേ ചെയ്ത SCRT വീഡിയോസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ അത് കണ്ടു നോക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ അപ്പോഴുള്ള നോട്ടിഫിക്കേഷൻസ് ലഭ്യമാകും. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. പാഠം 7, അറിവിൻ്റെ ജാലകങ്ങൾ. ഇത് ചെമ്മനം ചാക്കോ ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സെൻസ് ഓർഗൻസിനെ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്ന ഒരു കവിതയാണിത്. മനുഷ്യൻ്റെ 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ് അല്ലെങ്കിൽ സെൻസ് ഓർഗൻസ് ആണ് കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക്. മനുഷ്യൻ്റെ 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ് അല്ലെങ്കിൽ സെൻസ് ഓർഗൻസ് ആണ് കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക്. ഇനി നമുക്ക് ഇവ ഓരോന്നായിട്ട് പഠിക്കാം. ഓരോ സെൻസ് ഓർഗൻസും പറഞ്ഞു പോകുമ്പോൾ 5th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിൽ ലിമിറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സും പിന്നെ അഡീഷണൽ പോയിൻറ്റ്സുമാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കാനുണ്ട്. സോ അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. ആദ്യത്തേത് കണ്ണ് അല്ലെങ്കിൽ ഐസ്. കാഴ്ച സാധ്യമാക്കുന്ന ഇന്ദ്രിയമാണ് കണ്ണ്. കൺപോളകൾ, കൺപീലികൾ, കൃഷ്ണമണികൾ ഈ ഭാഗങ്ങളാണ് നാം ബാഹ്യഭാഗങ്ങളായി കണ്ണിൽ കാണുന്നത്. കൺപോളകൾ, കൺപീലികൾ, കൃഷ്ണമണി എന്നീ ഭാഗങ്ങൾ നമുക്ക് പുറമെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കണ്ണിലെ ഭാഗങ്ങളാണ്. കണ്ണിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് കൺപോളകളാണ്. കണ്ണിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് കൺപോളകളാണ്. പ്രകാശ തീവ്രത കൂടുമ്പോൾ കൃഷ്ണമണി ചുരുങ്ങുന്നു. പ്രകാശ തീവ്രത കൂടുമ്പോൾ കൃഷ്ണമണി ചുരുങ്ങുന്നു. മങ്ങിയ വെളിച്ചത്തിൽ കൃഷ്ണമണി വികസിക്കുന്നു. മങ്ങിയ വെളിച്ചത്തിൽ കൃഷ്ണമണി വികസിക്കുന്നു. ഇത് രണ്ടും ഒരു അഡീഷണൽ പോയിൻ്റാണ്. പ്രകാശ തീവ്രത കൂടുമ്പോൾ കൃഷ്ണമണി ചുരുങ്ങുന്നു. മങ്ങിയ വെളിച്ചത്തിൽ കൃഷ്ണമണി വികസിക്കുന്നു. അപ്പോൾ നമുക്കൊന്നും കൂടെ പറയാം. കാഴ്ച സാധ്യമാക്കുന്ന ഇന്ദ്രിയമാണ് കണ്ണ്. കൺപോളകൾ, കൺപീലികൾ, കൃഷ്ണമണി മുതലായവ കണ്ണിൻ്റെ പ്രധാന ഭാഗങ്ങളാണ്. കണ്ണിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് കൺപോളകളാണ്. പ്രകാശ തീവ്രത കൂടുമ്പോൾ കൃഷ്ണമണി ചുരുങ്ങുന്നു. അതുപോലെ മങ്ങിയ വെളിച്ചത്തിൽ കൃഷ്ണമണി വികസിക്കുന്നു. ഈ ചിത്രത്തിൽ നിന്നും ഒരു റോസാപ്പൂ റെറ്റീനയിൽ പതിക്കുമ്പോൾ ഏത് തരത്തിലുള്ള ഇമേജാണ് ഫോം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഈ ചിത്രത്തിൽ നിന്നും കണ്ണിൻ്റെ 2 പാർട്സ് നമുക്ക് പഠിക്കണം. കണ്ണിൻ്റെ ഈ പോർഷനെയാണ് നമ്മൾ ലെൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഭാഗത്തെയാണ് നമ്മൾ റെറ്റീന എന്ന് പറയുന്നത്. കണ്ണിൻ്റെ ഈ ഭാഗമാണ് ലെൻസ്. അതുപോലെ കണ്ണിൻ്റെ ഈ ഭാഗത്തെയാണ് റെറ്റീന എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ ഒരു റോസാപ്പൂവിനെ കണ്ണിൻ്റെ മുന്നിലായിട്ട് വെച്ചിട്ടുണ്ട്. സോ അത് നമ്മൾ കാണുമ്പോൾ റെറ്റീനയിൽ പതിയുന്ന റോസാപ്പൂവിൻ്റെ ചിത്രവും നമ്മുടെ കൺമുന്നിൽ കാണുന്ന റോസാപ്പൂവിൻ്റെ ചിത്രത്തെയും നമുക്ക് മനസ്സിലാക്കാം. കൺമുന്നിൽ റോസാപ്പൂവിൻ്റെ ചിത്രം നിവർന്നതും അത് പക്ഷേ റെറ്റീനയിൽ അത് തലകീഴായുമാണ് കാണുന്നത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം ഒരു വസ്തുവിനെ കാണുന്നത് പ്രകാശം ഒരു വസ്തുവിനെ തട്ടി പ്രതിഫലിച്ച് നമ്മുടെ ലെൻസിലൂടെ കടന്ന് റെറ്റീനയിൽ പതിക്കുമ്പോഴാണ്. നാം ഒരു വസ്തുവിനെ കാണുന്നത് പ്രകാശം ഒരു വസ്തുവിൽ തട്ടി പ്രതിഫലിച്ച് നമ്മുടെ ലെൻസിലൂടെ റെറ്റീനയിൽ പതിക്കുമ്പോഴാണ്. എന്നാൽ കണ്ണിൽ റെറ്റീന എന്ന സ്ക്രീനിൽ ഈ പ്രതിബിംബം തലകീഴായിട്ടാണ് പതിയുന്നത്. എന്നാൽ കണ്ണിൽ റെറ്റീന എന്ന സ്ക്രീനിൽ ഈ പ്രതിബിംബം തലകീഴായിട്ടാണ് പതിയുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാം. ഒരു റോസാപ്പൂ റെറ്റീനയിൽ പതിക്കുമ്പോൾ ചെറുതും തലകീഴായുമാണ് കാണുന്നത്. കാരണം റെറ്റീനയിൽ പതിക്കുന്നത് അതിൻ്റെ പ്രതിബിംബമാണ്. റെറ്റീനയിൽ പ്രതിബിംബം കാണുന്നത് തലകീഴായും ചെറുതുമായിട്ടാണ്. എന്നാൽ നാം കാണുന്നത് നേരെയും അതേ വലിപ്പത്തിലുമാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. റെറ്റീനയിൽ പ്രതിബിംബം പതിയുന്ന വിവരം നേത്രനാഡികൾ അല്ലെങ്കിൽ ഒപ്റ്റിക് നെർവ്സ് തലച്ചോറിൽ എത്തിക്കുന്നു. തലച്ചോറ് വസ്തുവിൻ്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ചയാണ് സാധ്യമാക്കുന്നത്. അതായത് ഒന്നും കൂടെ പറയാം. കണ്ണിലെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് റെറ്റീന അല്ലെങ്കിൽ ദൃഷ്ടിപടലം. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി റെറ്റീനയാണ്. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി റെറ്റീനയാണ്. ഈ റെറ്റീനയിൽ പതിയുന്ന പ്രതിബിംബം
തലകീഴായിട്ടാണ് പതിയുന്നത്. എന്നാൽ നാം കാണുന്നത് അതേ വലിപ്പത്തിലുള്ള ഇമേജാണ് അല്ലേ. റെറ്റീനയിൽ പ്രതിബിംബം പതിയുന്ന വിവരം നേത്രനാഠികൾ തലച്ചോറിൽ എത്തിക്കുന്നു. തലച്ചോറ് വസ്തുവിൻ്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ചയാണ് സാധ്യമാക്കി തരുന്നത്. ഇനി നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കണ്ണിലെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് റെറ്റീന അല്ലെങ്കിൽ ദൃഷ്ടിപടലം. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളിയാണ് റെറ്റീന. മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസ് ബൈകോൺവെക്സ് ലെൻസ് എന്നറിയപ്പെടുന്നു. ലെൻസിൻ്റെ ധർമ്മമാണ് വസ്തുവിൽ നിന്നുള്ള പ്രകാശത്തെ റെറ്റീനയിൽ കേന്ദ്രീകരിക്കുന്നത്. അതായത് ഒന്നും കൂടെ പറയാം, കണ്ണിലെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് റെറ്റീന അല്ലെങ്കിൽ ദൃഷ്ടിപടലം. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളിയാണ് റെറ്റീന. മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസാണ് ബൈകോൺവെക്സ് ലെൻസ്. ലെൻസിൻ്റെ ധർമ്മമാണ് വസ്തുവിൽ നിന്നുള്ള പ്രകാശത്തെ റെറ്റീനയിൽ കേന്ദ്രീകരിക്കുന്നത്. അടുത്തത്, റെറ്റീനയിൽ പതിക്കുമ്പോൾ ചെറുതും തലകീഴായിട്ടാണ് പ്രതിബിംബം കാണുന്നത്. നമ്മൾ ചിത്രം കണ്ടതാണ്. റെറ്റീനയിൽ പതിക്കുമ്പോൾ ചെറുതും തലകീഴായിട്ടാണ് പ്രതിബിംബം കാണുന്നത്. എന്നാൽ റെറ്റീനയിൽ പ്രതിബിംബം പതിയുന്ന വിവരം നേത്രനാഠികൾ അല്ലെങ്കിൽ ഒപ്റ്റിക് നെർവ്സ് തലച്ചോറിൽ എത്തിക്കുന്നു. റെറ്റീനയിൽ പ്രതിബിംബം പതിയുന്ന വിവരം നേത്രനാഠികൾ തലച്ചോറിൽ എത്തിക്കുന്നു. തലച്ചോറ് വസ്തുവിനെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കി തരുന്നു. തലച്ചോറ് വസ്തുവിനെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കി തരുന്നു. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ. രണ്ടു കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നു. ഇതുമൂലം വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. അപ്പോൾ ഒന്നും കൂടെ പറയാം, രണ്ടു കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നു. ഇതുമൂലം വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. അപ്പോൾ നമ്മുടെ വിഷനാണ് ബൈനോക്കുലർ വിഷൻ. അപ്പോൾ നമ്മുടെ വിഷനാണ് ബൈനോക്കുലർ വിഷൻ. അതിനാലാണ് നമുക്ക് അകലവും സ്ഥാനവുമെല്ലാം കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നത്. പേനയിൽ ടോപ്പ് ഇടാൻ ശ്രമിക്കുന്നത്, പിന്നെ ബോൾ കളിക്കുന്നത്, ഇവയെല്ലാം ദ്വിനേത്ര ദർശനത്തിന് ഉദാഹരണങ്ങളാണ്. ഒരു കണ്ണുപയോഗിച്ചാണ് നാം ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നതെങ്കിൽ അത് വളരെയധികം പ്രയാസകരമായിരിക്കും നമുക്കിത് ചെയ്തു തീർക്കുവാനായിട്ട്. പക്ഷെ നമ്മുടെ കണ്ണുകൾ ദ്വിനേത്ര ദർശനമാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രണ്ട് കണ്ണും ഒരേ സമയം ഒരു ബിന്ദുവിൽ തന്നെ നമുക്ക് കേന്ദ്രീകരിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. അന്ധരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് വൈറ്റ് കെയിൻ, ബ്രെയിൽ ലിപി, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് മുതലായവ. അന്ധരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് വൈറ്റ് കെയിൻ, ബ്രെയിൽ ലിപി, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച്. ഇതിൽ നമുക്ക് വൈറ്റ് കെയിനും ബ്രെയിൽ ലിപിയും മാത്രമേ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുള്ളൂ. സോ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് വൈറ്റ് കെയിൻ. അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ. ഇത് ഭാരം കുറഞ്ഞ പൊള്ളയായ ഒരു അലൂമിനിയം ദണ്ഡാണ്. വടിയുടെ അടിയിൽ പിടിപ്പിച്ചിട്ടുള്ള ലോഹഭാഗം വസ്തുക്കളിൽ തട്ടിയുണ്ടാക്കുന്ന ശബ്ദത്തിൽ നിന്ന് വഴിയിലെ തടസ്സം തിരിച്ചറിയാൻ കഴിയും. വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്നത് വഴി അന്ധരെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാനും അവരെ സഹായിക്കാനും കഴിയും. അപ്പോൾ ഒന്നുകൂടെ പറയാം, അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ. ഇത് ഭാരം കുറഞ്ഞ പൊള്ളയായ ഒരു അലൂമിനിയം ദണ്ഡാണ്. വടിയുടെ അടിയിൽ പിടിപ്പിച്ചിട്ടുള്ള ലോഹഭാഗം വസ്തുക്കളിൽ തട്ടിയുണ്ടാക്കുന്ന ശബ്ദത്തിൽ നിന്ന് വഴിയിലെ തടസ്സം തിരിച്ചറിയാൻ കഴിയും. വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്നത് വഴി അന്ധരെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാനും അവരെ സഹായിക്കാനും കഴിയും. അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. ബ്രെയിൽ ലിപി. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണിത്. കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയുന്ന വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ ഈ രീതിയിൽ രേഖപ്പെടുത്തുന്നത്. ഫ്രഞ്ചുകാരനായ ലൂയിസ് ബ്രെയിൽ ആണ് ഈ രീതി വികസിപ്പിച്ചത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണിത്. കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയും വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ ഈ രീതിയിൽ രേഖപ്പെടുത്തുന്നത്. ഫ്രഞ്ചുകാരനായ ലൂയിസ് ബ്രെയിൽ ആണ് ഈ രീതി വികസിപ്പിച്ചത്. അടുത്തത് ടാക്ടൈൽ വാച്ച്. ടാക്ടൈൽ എന്ന് വെച്ചാൽ തൊട്ടറിയുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ഇനം വാച്ചസ് പലതരത്തിലുണ്ട്. ഒരിനം ബ്രെയിലി രീതിയിലുള്ളതാണിത്. വാച്ചിലെ സൂചികളിലൂടെ സ്ഥാനം തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാൻ ഇതുവഴി സാധിക്കും. വാച്ചിലെ സൂചികളുടെ സ്ഥാനം തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് ടോക്കിംഗ് വാച്ച്. വാച്ചിൻ്റെ വശത്തുള്ള ബട്ടൺ അമർത്തുമ്പോൾ വാച്ചിൽ നിന്നും സമയം അറിയിച്ചു കൊണ്ടുള്ള ശബ്ദം കേൾക്കാൻ സാധിക്കും. ഇതൊരു അറിയിപ്പ് പോലെയാണ്.
വാച്ചിൻ്റെ വശത്തുള്ള ബട്ടൺ അമർത്തുമ്പോൾ വാച്ചിൽ നിന്നും സമയം അറിയിച്ചുകൊണ്ടുള്ള ശബ്ദം കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നും കൂടെ പറയാം. ടോക്ടൈൽ വാച്ച്, ഈനം വാച്ചസ് തൊട്ടറിഞ്ഞാണ് മനസ്സിലാക്കുന്നത് സമയം. ടോക്കിംഗ് വാച്ച് ഇരുവശത്തുമുള്ള ബട്ടൺ അമർത്തുമ്പോൾ വാച്ചിൽ നിന്നും സമയം അറിയിച്ചുകൊണ്ടുള്ള ശബ്ദം കേൾക്കാൻ സാധിക്കും. അടുത്തത് മനുഷ്യൻ്റെ കാഴ്ചാവിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇനി ചില ജീവികളുടെ കാഴ്ചാവിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് മരയോന്ത്. മറ്റു ജീവികളുടേതിൽ നിന്ന് വ്യത്യസ്തമാണ് മരയോന്തിൻ്റെ കണ്ണ്. അവയ്ക്ക് ഒരേ സമയം കണ്ണുകളെ 2 വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്നു. മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ 2 വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്നു. അടുത്തത് മൂങ്ങ. മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ 2 കണ്ണുകളാണുള്ളത്. തല പിറകോട്ട് തിരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാൻ ഇവയ്ക്ക് സാധിക്കും. തല പിറകോട്ട് തിരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാൻ ഇവയ്ക്ക് സാധിക്കും. മൂന്നാമതായി പൂച്ച. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയതും രാത്രിയിൽ പരമാവധി വികസിച്ചതും ആയി കാണപ്പെടുന്നു. ഒന്നുകൂടെ പറയാം. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയതും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു. നേരിയ പ്രകാശത്തെ പോലും ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. അതിനാൽ മങ്ങിയ പ്രകാശത്തിലും ഇവയ്ക്ക് കാണാൻ സാധിക്കുന്നു. കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ആണ്. വേൾഡ് ബ്രെയിലി ഡേ ജനുവരി 4-ാം തീയതിയാണ്. ദേശീയ അന്ധതാ നിവാരണ പദ്ധതി ആരംഭിച്ച വർഷമാണ് 1976. സ്നെല്ലൻസ് ചാർട്ട് ഉപയോഗിക്കുന്നത് കാഴ്ചശക്തി പരിശോധിക്കാൻ. സ്നെല്ലൻസ് ചാർട്ട് ഉപയോഗിക്കുന്നത് കാഴ്ചശക്തി പരിശോധിക്കാൻ. സ്റ്റഡി ഓഫ് ഐസ് എന്നറിയപ്പെടുന്നത് ഓഫ്തമോളജിയാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം. വേൾഡ് ബ്രെയിലി ഡേ ജനുവരി 4-ന്. ദേശീയ അന്ധതാ നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം 1976. സ്നെല്ലൻസ് ചാർട്ട് ഉപയോഗിക്കുന്നത് കാഴ്ചശക്തി പരിശോധിക്കാൻ. സ്റ്റഡി ഓഫ് ഐസ് എന്നറിയപ്പെടുന്നത് ഓഫ്തമോളജിയാണ്. അടുത്തത് സ്നെല്ലൻ ചാർട്ട്. സ്നെല്ലൻ ചാർട്ടിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലുപ്പത്തിൽ 7 വരികളായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മുകളിൽ നിന്ന് താഴോട്ട് എത്ര വരികൾ ശരിയായി വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പരിശോധിച്ചാണ് കാഴ്ചശക്തി പ്രാഥമികമായി അളക്കുന്നത്. 6 മീറ്റർ അകലെ നിന്നാണ് വായിക്കേണ്ടത്. 6 മീറ്റർ അകലെ നിന്നാണ് വായിക്കേണ്ടത്. സ്നെല്ലൻ ചാർട്ടിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്തമായ വലുപ്പത്തിൽ 7 വരികളിലായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുകളിൽ നിന്ന് താഴോട്ട് എത്ര വരികൾ ശരിയായി വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പരിശോധിച്ചാണ് കാഴ്ചാശക്തി പ്രാഥമികമായി അളക്കുന്നത്. 6 മീറ്റർ അകലെ നിന്നാണ് വായിക്കേണ്ടത്. അടുത്ത സെൻസ് ഓർഗനാണ് ചെവി. ശരീരത്തിലെ തുലനനില പാലിക്കാൻ സഹായിക്കുന്ന അവയവമാണ് ചെവി. ശരീരത്തിലെ തുലനനില പാലിക്കാൻ സഹായിക്കുന്ന അവയവം, അതായത് ശരീരത്തിലെ ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനാണ് ചെവി. ചെവിയുടെ 3 പ്രധാന ഭാഗങ്ങളാണ്. ഒന്നാമത്തേത് ബാഹ്യകർണം, രണ്ടാമത്തേത് മധ്യകർണം, മൂന്നാമത്തേത് ആന്തരകർണം. അടുത്തത് ഒരു അഡീഷണൽ പോയിൻ്റാണ്. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ പരിധിയാണ് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ പരിധിയാണ് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പോയിൻറ്റ്സ് ഇനി വരുന്ന ചാപ്റ്റേഴ്സിലുണ്ട്. സോ അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകാം. ഒന്നുകൂടെ പറയാം. ശരീരത്തിലെ തുലനനില പാലിക്കാൻ സഹായിക്കുന്ന അവയവം ചെവിയാണ്. ചെവിയുടെ 3 പ്രധാന ഭാഗങ്ങളാണ് ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ പരിധിയാണ് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഇതാണ് ചെവിയുടെ ചിത്രം. ഇവിടമാണ് ബാഹ്യകർണം എന്ന് അറിയപ്പെടുന്നത്. ഇവിടമാണ് മധ്യകർണം എന്ന് അറിയപ്പെടുന്നത്. ഈ ഭാഗമാണ് ആന്തരകർണം എന്ന് അറിയപ്പെടുന്നത്. ബാഹ്യകർണത്തിൻ്റെ ഭാഗങ്ങളാണ് ചെവിക്കൂട, കർണനാളം, കർണപടം മുതലായവ. ബാഹ്യകർണത്തിൻ്റെ ഭാഗങ്ങളാണ് ചെവിക്കൂട, കർണനാളം, കർണപടം മുതലായവ. ഇനി നമുക്ക് ഓരോന്നായി നോക്കാം. ചെവിക്കൂട ഏറ്റവും പുറമെ കാണുന്ന ഭാഗമാണ് ചെവിക്കൂട. വായുവിലുള്ള ശബ്ദ തരംഗങ്ങളെ എല്ലാം ശേഖരിച്ച് ചെവിക്കുള്ളിൽ എത്തിക്കുന്നതാണ് ഇതിൻ്റെ ധർമ്മം. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഏറ്റവും പുറമേ കാണുന്ന ഭാഗമാണ് ചെവിക്കൂട. വായുവിലുള്ള ശബ്ദ തരംഗങ്ങളെ എല്ലാം ശേഖരിച്ച് ചെവിക്കുള്ളിൽ എത്തിക്കുന്നതാണ് ഇതിൻ്റെ ധർമ്മം. അതായത് നമ്മുടെ ഏറ്റവും പുറമേ കാണുന്ന ഭാഗമാണ്, നമ്മൾ കമ്മലൊക്കെ ഇടുന്ന ഭാഗമാണ് ഈ ചെവിക്കൂട എന്ന് അറിയപ്പെടുന്നത്. കർണനാളം ശബ്ദതരംഗങ്ങളെ കർണപടം എന്ന പാടയിൽ എത്തിക്കുന്നത് കർണനാളമാണ്. ശബ്ദതരംഗങ്ങളെ കർണപടം എന്ന പാടയിൽ എത്തിക്കുന്നത് കർണനാളമാണ്. ചെവിക്കുള്ളിലെ സവിശേഷ ഗ്രന്ഥികളായ മെഴുകു ഗ്രന്ഥികൾ കാണപ്പെടുന്നതും കർണനാളത്തിലാണ്. ചെവിക്കുള്ളിലെ സവിശേഷ ഗ്രന്ഥികളായ
മെഴുകുഗ്രന്ഥികൾ കാണപ്പെടുന്നതും കർണനാളത്തിലാണ്. ഒന്നുകൂടെ പറയാം. ശബ്ദതരംഗങ്ങളെ കർണപടം എന്ന പാടയിൽ എത്തിക്കുന്നത് കർണനാളമാണ്. ചെവിക്കുള്ളിലെ സവിശേഷ ഗ്രന്ഥികളായ മെഴുകുഗ്രന്ഥികൾ കാണപ്പെടുന്നതും കർണനാളത്തിലാണ്. അടുത്തത് കർണപടം. കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് യൂസ്റ്റാക്കിയൻ നാളി അല്ലെങ്കിൽ യൂസ്റ്റാക്കിയൻ ട്യൂബ്. ഈ ചാപ്റ്ററിൽ ഇത് മെൻഷൻ ചെയ്യുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന നാളിയാണ് യൂസ്റ്റാക്കിയൻ നാളി അല്ലെങ്കിൽ യൂസ്റ്റാക്കിയൻ ട്യൂബ്. മധ്യകർണം. മധ്യകർണത്തിൻ്റെ അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ്. മധ്യകർണത്തിൻ്റെ അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, സ്റ്റെപ്പീസ്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കാനുണ്ട്. സോ എന്നാലും ഞാനിതൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റെപ്പീസ് എന്നറിയപ്പെടുന്നത്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റെപ്പീസ്. പിന്നെ ഈ 3 അസ്ഥികൾക്കും ആകൃതികളുണ്ട്, അതൊന്ന് മനസ്സിലാക്കി വെക്കണം. ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് മാലിയസ്. ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് മാലിയസ്. കുടക്കല്ലിൻ്റെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് ഇൻകസ്. കുടക്കല്ലിൻ്റെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് ഇൻകസ്. കുതിര സവാരിക്കാരൻ്റെ പാദധാരയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് സ്റ്റെപ്പീസ്. കുതിര സവാരിക്കാരൻ്റെ പാദധാരയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് സ്റ്റെപ്പീസ്. ഒന്നുകൂടെ പറയാം. മധ്യകർണത്തിൻ്റെ അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, സ്റ്റെപ്പീസ്. ഇവ 3നും ആകൃതിയുണ്ട്. ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് മാലിയസ്. കുടക്കല്ലിൻ്റെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് ഇൻകസ്. കുതിര സവാരിക്കാരൻ്റെ പാദധാരയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് സ്റ്റെപ്പീസ്. ആന്തരകർണം. ഇത് ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ടില്ല, സോ ജസ്റ്റ് ഞാനിത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കും. ആന്തരകർണം. ആന്തരകർണത്തിൻ്റെ ഭാഗങ്ങളാണ് അർദ്ധവൃത്താകാര കുഴലുകൾ, രണ്ടാമത്തേത് വെസ്റ്റിബ്യൂൾ, മൂന്നാമത്തേത് കോക്ലിയ. ഒന്നാമത്തേത് അർദ്ധവൃത്താകാര കുഴലുകൾ, രണ്ടാമത്തേത് വെസ്റ്റിബ്യൂൾ, മൂന്നാമത്തേത് കോക്ലിയ. കോക്ലിയ ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം. കോക്ലിയ ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ആന്തരകർണത്തിൻ്റെ ഭാഗങ്ങളാണ് അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ. ഇതിൽ കോക്ലിയ ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗമാണ്. അടുത്തത് പാമ്പുകൾക്ക് ബാഹ്യകർണമില്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ച് തറയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ അവയ്ക്ക് സാധിക്കുന്നു. അതായത് പാമ്പുകൾക്ക് വായുവിലൂടെ വരുന്ന ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിലും പ്രതലങ്ങളിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നു. അപ്പോൾ നിങ്ങളുടെ പറയാം. പാമ്പുകൾക്ക് ബാഹ്യകർണമില്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ച് തറയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ അവയ്ക്ക് സാധിക്കുന്നു. അതായത് പാമ്പുകൾക്ക് വായുവിലൂടെ വരുന്ന ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിലും പ്രതലങ്ങളിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നു. കേൾവി കുറവുള്ളവരോ കേൾവി ഇല്ലാത്തവരോ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ എന്നറിയപ്പെടുന്നത്. ഇവയിൽ ശബ്ദം വ്യക്തമായി കേൾപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെ പല കാരണങ്ങളാൽ മനുഷ്യൻ്റെ കേൾവിശക്തി നഷ്ടപ്പെട്ടവർക്ക് കേൾവി തിരിച്ചു ലഭിക്കുന്നതായിരിക്കും. അടുത്തത് മൂക്ക് അല്ലെങ്കിൽ നോസ്. ഗന്ധമറിയാനുള്ള ഇന്ദ്രിയമാണ് മൂക്ക്. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നത് മൂക്കിലെ ഗ്രന്ഥഗ്രാഹികളാണ്. ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഓൾഫാക്ടറി നെർവ്. ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഓൾഫാക്ടറി നെർവ്. അപ്പോൾ നിങ്ങളുടെ പറയാം. ഗന്ധമറിയാനുള്ള ഇന്ദ്രിയമാണ് മൂക്ക്. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നത് മൂക്കിലെ ഗന്ധഗ്രാഹികളാണ്. ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഓൾഫാക്ടറി നെർവ്. അടുത്തത് ഘ്രാണശക്തിയിലെ വമ്പന്മാർ. സ്രാവുകളാണ് ഘ്രാണശക്തിയുടെ കാര്യത്തിൽ വമ്പന്മാർ. കടലിൽ വളരെ അകലെ രക്തം വീണാൽ പോലും മണത്തറിയാൻ ഇവയ്ക്ക് കഴിയും. മണത്തെ അറിയാനുള്ള കഴിവ് ഏറെയുള്ള മറ്റൊരു ജീവിയാണ് നായ. നായകൾ അവ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നത് കണ്ടിട്ടില്ലേ? തിരിച്ചു വരാനുള്ള വഴി മണത്തറിയുന്നതിന് വേണ്ടിയാണിത്. നായയ്ക്ക് മണം പിടിക്കാനുള്ള കഴിവ് വളരെ കൂടുതലുള്ളത് കൊണ്ട് കുറ്റാന്വേഷണ രംഗത്ത് ഇവയെ ഉപയോഗപ്പെടുത്തുന്നു. പാമ്പുകൾ ഇടയ്ക്കിടെ നാവ് പുറത്തേക്കിടുന്നത് കണ്ടിട്ടുണ്ടോ? ഇത് എന്തിനാണെന്ന് വെച്ചാൽ നാക്കുപയോഗിച്ചാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവിയാണ് സ്രാവ്. രക്തത്തിൻ്റെ മണം ഇവയ്ക്ക് വളരെ ദൂരത്ത് നിന്നു തന്നെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് മുറിവേറ്റ ആളിനെ അത് കണ്ടെത്തി കൊല്ലുന്നു. എന്നാൽ നായയ്ക്ക് മണം പിടിക്കാനുള്ള കഴിവ് വളരെ കൂടുതലുള്ളത് കൊണ്ട് കുറ്റാന്വേഷണ രംഗത്ത് ഇവയെ ഉപയോഗപ്പെടുത്തുന്നു. നാക്കുപയോഗിച്ചാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നത്. നാവ് അല്ലെങ്കിൽ ടങ്ക്. വ്യത്യസ്ത രുചികൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന നാക്കിലെ ഭാഗമാണ് സ്വാദുമുകുളങ്ങൾ അല്ലെങ്കിൽ ടേസ്റ്റ് ബഡ്സ്.
വ്യത്യസ്ത രുചികൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന നാക്കിലെ ഭാഗമാണ് സ്വാദുമുകുളങ്ങൾ അല്ലെങ്കിൽ ടേസ്റ്റ് ബഡ്സ്. നാവിൻ്റെ പ്രതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പില്ലകൾ. നാവിൻ്റെ പ്രതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പില്ലകൾ. സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത് ഈ പാപ്പില്ലകളിലാണ്. പ്രാഥമിക രുചികൾ എന്നറിയപ്പെടുന്നത് മധുരം, കയ്പ്, പുളി, ഉപ്പ്. അപ്പോൾ നമുക്കൊന്നും കൂടെ പറയാം. വ്യത്യസ്ത രുചികൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന നാക്കിലെ ഭാഗമാണ് സ്വാദുമുകുളങ്ങൾ അല്ലെങ്കിൽ ടേസ്റ്റ് ബഡ്സ്. നാവിൻ്റെ പ്രതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പില്ലകൾ. സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത് പാപ്പില്ലകളിലാണ്. പ്രാഥമിക രുചികൾ എന്നറിയപ്പെടുന്നത് മധുരം, കയ്പ്, പുളി, ഉപ്പ്. ഈ ചിത്രത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. മധുരം മുൻഭാഗത്ത്, ഉപ്പ് ഇരുവശത്തും ഏകദേശം മുൻഭാഗത്തായിട്ട്, പുളി ഇരുവശത്തുമായിട്ടാണ് നാവിൻ്റെ, കയ്പ് നാവിൻ്റെ ഉൾവശത്താണ്. സ്വാദുമുകുളങ്ങൾ അല്ലെങ്കിൽ രസമുകുളങ്ങൾ എന്നും ടേസ്റ്റ് ബഡ്സ് അറിയപ്പെടുന്നുണ്ട്. മധുരത്തിന് കാരണമാകുന്ന സ്വാദുമുകുളങ്ങൾ നാവിൻ്റെ മുൻഭാഗത്താണ്. പുളിയും എരിവും നാവിൻ്റെ ഇരുവശങ്ങളിൽ, കയ്പ് നാവിൻ്റെ ഉൾവശത്ത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. മധുരത്തിന് കാരണമാകുന്ന സ്വാദുമുകുളങ്ങൾ നാവിൻ്റെ മുൻഭാഗത്ത്, പുളിയും എരിവും നാവിൻ്റെ ഇരുവശങ്ങളിലും, കയ്പ് നാവിൻ്റെ ഉൾവശത്ത്. ത്വക്ക് അല്ലെങ്കിൽ സ്കിൻ. ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് ത്വക്ക്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവവും ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവം ത്വക്കാണ്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. അപ്പോൾ ഒന്നും കൂടെ പറയാം. ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് ത്വക്ക്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവവും ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവം ത്വക്കാണ്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. ത്വക്കിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന സംവേദങ്ങളാണ് അല്ലെങ്കിൽ സെൻസേഷൻസ് ആണ് സ്പർശം, മർദ്ദം, ചൂട്, തണുപ്പ്, വേദന. ത്വക്കിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന സംവേദങ്ങൾ അല്ലെങ്കിൽ സെൻസേഷൻസ് ആണ് സ്പർശം, മർദ്ദം, ചൂട്, തണുപ്പ്, വേദന മുതലായവ. അടുത്ത കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ആണ്. സ്റ്റഡി ഓഫ് സ്കിൻ എന്നറിയപ്പെടുന്നത് ഡെർമറ്റോളജിയാണ്. സ്റ്റഡി ഓഫ് സ്കിൻ എന്നറിയപ്പെടുന്നത് ഡെർമറ്റോളജിയാണ്. മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാകാൻ 27 മുതൽ 30 ദിവസം വേണ്ടിവരുന്നു. മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാകാൻ 27 മുതൽ 30 ദിവസം എടുക്കുന്നു. ഇത്രയുമാണ് ഞാനെൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ അടുത്ത പാർട്ട് വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ ചാപ്റ്ററിൽ ഓൾറെഡി ഉള്ള പോയിൻറ്റ്സിൻ്റെ കൂടെ തന്നെ കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും പോയിൻറ്റ്സ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യും. സോ ഇത് പഠിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. And don't forget to click the bell icon. Thank you.